റേഷൻ കടകളിൽ അരി അടക്കമുള്ള അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കാതെ പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നതെന്ന് DCC പ്രസിഡന്റ് P. രാജേന്ദ്ര പ്രസാദ്. കൊല്ലം മുളങ്കാടകം മാവള്ളി റേഷൻ കടയ്ക്ക് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അരി എവിടെ സർക്കാരെ എന്ന മുദ്രാവാക്യമുയർത്തി റേഷൻ കടകളിൽ അവശ്യ സാധനങ്ങൾ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത്. മദ്യമുതലാളിമാരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങി ബാറുകൾ അനുവദിക്കുകയും മദ്യവില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി സാധാരണക്കാരെ ദ്രോഹിക്കുകയാണെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. പാവപ്പെട്ടവന്റെ ദുരിതം കാണാതെ മുതലാളിമാർക്ക് വേണ്ടി ഭരിക്കുന്ന സർക്കാരാണ് പിണറായി വിജയൻ സർക്കാരെന്നും P. രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു. നമ്മുടെ കടലോരങ്ങളെ നശിപ്പിക്കാൻ പോകുന്നു. കടലിൽ പോയി മീൻ പിടിക്കുന്ന പാവപ്പെട്ടവരുടെ വള്ളങ്ങൾ എതിരെ ഇറക്കണമെന്ന് അറിയില്ല. മീനിന്റെ ലഭ്യത കുറയാൻ പോകുന്നു. ഈ ചെളിയെല്ലാം എടുത്തു മാറ്റിയാൽ പിന്നെ മീൻ അങ്ങോട്ട് വരില്ല. അങ്ങനെ ഒരുപാട് ദുരിതത്തിലാക്കാൻ പോകുന്നു മത്സ്യത്തൊഴിലാളികളെ. അതിനെതിരെ ഒരു സമരം ഞങ്ങൾ 5-ാം തീയതി ഈ കൊല്ലം പോർട്ടിലേക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി നടത്തുകയാണ്. പ്രിയപ്പെട്ട KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ TN പ്രതാപനാണ് ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അങ്ങനെ വനമേഖലയിൽ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള മലയോര യാത്ര ജാഥ നടക്കുകയാണ്. വലിയ ജനപങ്കാളിത്തമാണത്. വികാരപരമായ യാത്രയാണ്. മനുഷ്യനെ പച്ചയ്ക്ക് പിടിച്ച് തിന്നുന്നു. നിങ്ങൾ വായിച്ചില്ലേ ഇന്ന് പത്രത്തിൽ? ആ ചത്തുപോയ കരടിയുടെ വയറ്റിൽ എന്താണുള്ളത്? രാധയുടെ മോതിരവും മുടിയും. ദൈവമേ, പച്ചയ്ക്ക് നടന്നുപോയ ഒരു സ്ത്രീ ചാടിപ്പിടിക്കുന്നു, കടിച്ച് തിന്നുന്നു, അവരെ കൊല്ലുന്നു. എന്തവസ്ഥയാണ്? ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഒരവസ്ഥ. ആ സാഹചര്യങ്ങളാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. മലയോര കർഷകരെ സംരക്ഷിക്കണോ, അവരുടെ ജീവന സംരക്ഷണം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രിയപ്പെട്ട VD സതീശന്റെ നേതൃത്വത്തിലുള്ള മലയോര ജാഥ നടക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് MS സിദ്ദിഖ് അധ്യക്ഷനായിരുന്നു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് S. ബിന്ദു കൃഷ്ണ, DCC ഭാരവാഹികളായ S. വിപിനചന്ദ്രൻ, N. ഉണ്ണികൃഷ്ണൻ, ബ്ലോക്ക് പ്രസിഡന്റ് D. ഗീതാകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ പന്തളം, ഹസ്ന അർഷാദ്, അശോകൻ പുന്നത്തല, B. ശിവപ്രസാദ്, സന്തോഷ്, ദീപ ആൽബർട്ട്, സുബി നുജും, SM ഷരീഫ്, കുരിപ്പുഴ യഹിയ, അജിത് പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിഷേധ ധർണയ്ക്ക് ബ്ലോക്ക് ഭാരവാഹികളായ ബിജു മതേതര, കേശവദാസ്, രഞ്ജിത്ത് കലിംഗമുഖം, ഉദയതുളസി, ഗോപി കൃഷ്ണൻ, ശശി തങ്കശ്ശേരി, ലാലു മുളങ്കാടകം, സിയാദ്, മുഹമ്മദ് കുഞ്ഞ്, പേഴാത്തിൽ അനി, ഹരിദാസൻ, സലിം മുതിരപ്പറമ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വളരെ തുച്ഛമായ വരുമാനമുള്ളവർ, വരുമാനമില്ലാത്തവർ, നമുക്ക് മനുഷ്യരായി ജനിച്ചു പോയത് കൊണ്ട് ആഹാരം കഴിക്കാതെ ജീവിക്കാൻ കഴിയില്ലല്ലോ. അവർക്ക് ആഹാരം നൽകുവാനുള്ള സർക്കാരിന്റെ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് പൊതുവിതരണ ശൃംഖല കേരളത്തിൽ നമ്മൾ ഉണ്ടാക്കിയത്. ആ പൊതുവിതരണ ശൃംഖലയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കോൺഗ്രസിന്റെ നേതാക്കന്മാർ, UDFന്റെ നേതാക്കന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. റേഷൻ കടയുടെ മുന്നിൽ സ്റ്റോക്ക് എഴുതി വെക്കണം. അരി ഇത്ര, പയർ ഇത്ര, എണ്ണ ഇത്ര എന്നൊക്കെ. ഇപ്പൊ അവിടെ എന്താണ്? എല്ലാത്തിന്റെയും നേരെ ഇല്ല 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 എന്നെഴുതുകയാണ്. നമ്മുടെ നാട്ടിലെ ഇതൊരു പട്ടണ പ്രദേശമാണ്. ഞങ്ങൾക്ക് താമസിക്കുന്ന കുഗ്രാമങ്ങളിലാണ്. ഒരു വികസനവും കടന്നു വരാത്ത ഗ്രാമങ്ങൾ. അവിടെ കശുവണ്ടി തൊഴിലാളികളാണ്, കയർവരി തൊഴിലാളികളാണ്, കർഷക തൊഴിലാളികളാണ്, മത്സ്യത്തൊഴിലാളികളാണ്. അവരുടെയൊക്കെ ഒരു ജീവിതം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിച്ച് റിപ്പബ്ലിക് ആക്ട് 75 വർഷം പൂർത്തീകരിച്ചത് 2 ദിവസത്തിന് മുമ്പ് നമ്മൾ ആഘോഷിച്ചു. ഇന്നലെ ആഘോഷിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.